ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങൾ ഞായറാഴ്ചയാണല്ലോ. അപ്പൊ നമ്മള് ഇവിടെ വീട്ടിലെ പണിയൊക്കെ ചെയ്ത് കഴിഞ്ഞ് വെറുതെ ഇരിക്കുമ്പോ ഞങ്ങള് മമ്മിനോട് പറഞ്ഞ ഒരു എന്തെങ്കിലും സാധനം ഉണ്ടാക്കി തരാൻ. അപ്പൊ മമ്മി പറഞ്ഞ നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കി തരാന്ന്. അപ്പൊ നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന കാണാൻ പോകുമ്പോ അപ്പോൾ ഗൈസ്, ഉണ്ണിയപ്പത്തിന് വേണ്ടിയിട്ട് ശർക്കര ഉരുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കര പൊടി ചേർക്കാം. നമുക്കിത് പൊങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇളക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇവിടെ ശർക്കര ഉരുകി സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മാറ്റി വെക്കാം. ഇനി നമുക്ക് കുതിർത്ത് വെച്ച പച്ചരി നമുക്ക് ഒന്ന് കുറച്ചായിട്ട് പൊടിച്ചെടുക്കാം. അരി പൊടിച്ചെടുക്കുമ്പോൾ കുറച്ച് തരിയോടെ വേണം പൊടിച്ചെടുക്കാൻ. അരി മൊത്തം ഇവിടെ പൊടിച്ച് സെറ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ചോറും 2 പഴവും ആവശ്യത്തിനായിട്ടുള്ള ഏലക്കയും ജീരകവും കൂടി ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഞങ്ങളിവിടെ 2 പഴമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വലുപ്പം അനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. നമുക്കിനി ഇതിലോട്ട് മാറ്റി വെച്ച ശർക്കര പാനി ഒഴിച്ച് മിക്സ് ചെയ്യാം. ശർക്കര പാനി ഒഴിച്ച് മിക്സ് ചെയ്യുമ്പോൾ കുറച്ചായിട്ട് വേണം ഒഴിച്ച് മിക്സ് ചെയ്യാൻ, അല്ലെങ്കിൽ കട്ട കൂടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് കുറച്ചായി ഒഴിക്കണം എന്ന് പറയുന്നത്. ഇതിലോട്ട് ഉപ്പ് ഇട്ട് മിക്സ് ചെയ്യണമായിരുന്നു. ഞങ്ങൾ ഉപ്പിട്ട വീഡിയോ കട്ടായിപ്പോയതാണ്. അപ്പോൾ നിങ്ങൾ മറക്കാതെ ഉപ്പ് ഇട്ട് കട്ട കൂടാതെ മിക്സ് ചെയ്ത് എടുക്കണം. അപ്പോൾ ഗായ്സ്, ഉണ്ണിയപ്പത്തിൻ്റെ മാവ് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഓവർ തിക്കും ആവരുത്, ഓവർ ലൂസും ആവരുത്. ഈ ഒരു പരുവത്തിൽ വേണം കിട്ടാൻ. ഇനി നമുക്കിത് 2 മണിക്കൂറത്തേക്ക് ഇതൊന്ന് പുളിക്കാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഗായ്സ്, നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ മാവ് ഇവിടെ പുളിച്ച് പൊന്തി സെറ്റായിട്ടുണ്ട്. ഉണ്ണിയപ്പം ചുടാനായിട്ട് തീ കത്തിച്ച് ഉണ്ണിയപ്പം ചട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ എണ്ണ ഒഴിക്കുമ്പോൾ ആ ഹോളിൽ കവറാവുന്ന രീതിയിൽ വേണം എണ്ണ ഒഴിക്കാൻ. എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മാവ് ഗ്ലാസ്സിലോട്ട് ഊറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പതിയെ കുറച്ചായിട്ട് ഒഴിക്കാം. ഞങ്ങൾക്ക് ഇങ്ങനെയാണ് എളുപ്പം. അടിഭാഗം ബ്രൗൺ ഷെയ്ഡ് ആവുമ്പോൾ നമുക്കിത് സ്പൂണോ പപ്പടം കുത്തിയോ അങ്ങനെ നിങ്ങൾക്ക് എന്താണോ ഉചിതമായി തോന്നുന്നത് അതുകൊണ്ട് നമുക്കിതൊന്ന് തിരിച്ചിടണം. അധികം തീയിൽ ഇത് വെക്കാൻ പാടില്ല, എന്നാൽ ഇതിൻ്റെ ഉള്ളിൽ വേവില്ല. ഇത് കുറഞ്ഞ തീയിൽ വേണം പാചകം ചെയ്യാൻ. അപ്പോൾ ഗായ്സ്, നമ്മുടെ ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സ്പൂൺ ഉപയോഗിച്ച് അരിപ്പ തവിയിലോട്ട് കോരിയിടാം. അപ്പോൾ അത് കോരിയിടുമ്പോൾ ഉള്ള ആ എണ്ണ ഒക്കെ പോകാൻ വേണ്ടിയിട്ടാണ് അരിപ്പ തവി ഉപയോഗിക്കുന്നത്. ഇനി നമുക്കിതെല്ലാം ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് കൊടുക്കാം. ഇനി ബാക്കിയുള്ള മാവും കൂടി ഇതേപോലെ ചുട്ടെടുക്കാം.
അപ്പൊ ഗൈസ് ഉണ്ണിയപ്പം മുഴുവൻ റെഡിയായിട്ടുണ്ട്. കുറച്ച് ഞാൻ പ്ലേറ്റിൽ എടുത്തോണ്ട് വന്നതാണ്. ബാക്കി അടുക്കളയിൽ ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ആദ്യത് അടിയിൽ ഞാൻ എടുത്തോണ്ട് വന്നത്. നമുക്ക് കഴിച്ചു നോക്കാം. സംഗതി സൂപ്പറാണ് ഗൈസ്. അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്യാം. അപ്പൊ നമ്മള് ഏതൊക്കെയുടെ ഒക്കെ രുചി ഇങ്ങനെ ഇതിലോട്ട് വരുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ. നിങ്ങളെല്ലാവരും ഞങ്ങളുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പൊ ബൈ.